സഹായത്തിനായി ആരെങ്കിലും വരുന്നത് വരെ ഈ ഷാർക്ക് ഈ പെൺകുട്ടിയെ കഴിക്കാതെ നമ്മൾ നോക്കണം. ആദ്യം തന്നെ ഈ പ്ലാസ്റ്റിക് എടുത്ത് അതിന്റെ വായിലിടാം. ഇപ്പൊ അതിന് ഇത്തിരി ബോധം കിട്ടുക. അയ്യോ, അതിന് വീണ്ടും ശക്തിയായല്ലോ. ഇനി പ്ലാസ്റ്റിക് റിങ് വായിലിട്ട് കൊടുക്കാം. അതും പൊട്ടിപ്പോയി. അവിടെ താണ്ടി ഒരു മീനിന്റെ മുള്ള എടുക്കണം, അത് വായിൽ കുത്തിയേറ്റാം. അതും തെറിച്ചു പോയില്ല. ബാക്കിലൊരു സർഫ് ബോർഡ് ഇരിക്കണണ്ട, ഇനി അത് കുത്തിയേച്ച് നോക്കാം. അതും ഇത് സിമ്പിളായിട്ട് പൊട്ടിച്ചല്ല. ഇനി ആ തുറന്നു വെച്ച കോട്ട കുത്തിയേറ്റിയല്ല. പണ്ടാരടങ്ങാൻ അതും പൊട്ടിച്ച്. ഒടുക്കത്തെ മഴയാണല്ലോ, നമുക്ക് ഈ മഴയൊന്ന് മാറ്റി നോക്കാം. നല്ല വെയിലടിച്ചോണ്ട് കുറച്ചു നേരം മയങ്ങിയത്. ഇനി പെട്ടെന്ന് നിങ്ങളുടെ ഐഡിയാസ് വേഗം പറ. നമുക്ക് പപ്പായനെ പോലെ സ്പിനാച്ച് കൊടുത്തിട്ട് ഇവൾക്ക് ശക്തി വരുത്തുക. പക്ഷെ അതിന്റെ എഫക്ട് കുറച്ചു നേരത്തേക്കുള്ളല്ലോ. ഇതിന്റെ പല്ല് എന്നിട്ട് ഇങ്ങനെ ഇളകണ. ഇത് കുത്തിയിട്ട് ചുക്കിച്ച് നോക്കിയാലോ. അതും പോയിട്ടാ. സഹായത്തിന് ആൾക്കാർ വരുന്നവരെ എങ്ങനെങ്കിലും പിടിച്ചിരിക്കണം. ഇനിയിപ്പോ എന്താ ചെയ്യാ? നിങ്ങൾക്ക് വല്ല ഐഡിയ വരുന്നുണ്ടെങ്കിൽ വേഗം കമന്റ് ചെയ്ത്. ഇനി കൂടി എനിക്ക് കാണുന്ന ഐഡിയ ഈ ചെരിപ്പാണ്. ഈ ചെരിപ്പിട്ട് മോന്തയ്ക്കൊരു നല്ല കൊട്ടു കൊടുക്കുക. ഇനിയിപ്പോ എന്താ? ഇനി എത്ര നേരം പിടിച്ചിരിക്കണം? ഹെലികോപ്റ്റർ വന്നല്ലോ സഹായത്തിന്. നമ്മളങ്ങനെ രക്ഷപ്പെട്ടു. നിങ്ങളും കറക്റ്റായി എല്ലാം ഗസ് ചെയ്തില്ലേ? സെക്യൂരിറ്റി ഗാർഡിന്റെ കണ്ണിൽ പെടാതെ ഈ ലേറ്റ് ആയ കുട്ടികളെ നമുക്ക് എങ്ങനെയും ക്ലാസ്സിൽ കയറ്റണം. ആദ്യം തന്നെ നമുക്ക് ഈ വെളുത്തുള്ളി കൊടുത്ത് അയാളുടെ വയറ് കേടാക്കാം. ഒരാളങ്ങനെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെട്ടു. ഇനി ശ്രദ്ധ തിരിക്കാനായിട്ട് നമുക്ക് ഈ പൂച്ചക്കുട്ടിയെ വിടാം. അസംബ്ലി ബെല്ലടിച്ച കാരണം സെക്യൂരിറ്റി അങ്ങനെയും പോയി കിട്ടി. ഇവിടെ ഒരു തേനീച്ചക്കൂട് ഉണ്ടല്ലോ, അതിൽ കല്ലെറിഞ്ഞു നോക്കാം. ഇവിടെ നിൽക്കുന്ന സ്ത്രീയെ നമുക്ക് ഗാർഡിയനാക്കി വിടാം. ഈ കാർ എന്താ ഇവിടെ കിടക്കണേ? ഇതിലൊരു യൂണിഫോം ഉണ്ടല്ലോ. ഒരു കുട്ടിയെ നമുക്ക് അങ്ങനെ ടീച്ചറാക്കി വിടാം. അതുപോലെ തന്നെ കാറിന്റെ ഡിക്കിയിലും നോക്കാം. ഇതുകൊണ്ട് നമുക്ക് കുഴി കുഴിച്ച് സ്കൂളിന്റെ അപ്പുറത്തെ സൈഡിലോട്ട് പോവാം. ഒരു കുട്ടിയെ മാത്രം ബാഗുള്ളൂ, അതിൻ്റെ ഉള്ളിൽ എന്താന്ന് നോക്കിയാലോ. ഇതുകൊണ്ട് നമുക്ക് സെക്യൂരിറ്റിയുടെ ശ്രദ്ധ മാറ്റാം. ഇനി ലാസ്റ്റ് കുട്ടിയെ ക്ലാസ്സിൽ കയറ്റാനുള്ള വഴി നിങ്ങൾ പറയൂ. ആൻസർ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യാം. നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അവർക്ക് നല്ലൊരു ഹെയർ സ്റ്റൈൽ ഉണ്ടാക്കി കൊടുക്കണം. ഇനി നമ്മുടെ കസ്റ്റമറിന് ഏത് ഹെയർ സ്റ്റൈൽ വേണമെന്നാ പറയുന്നത്? ഒക്ടോബസ് ഹെയർ സ്റ്റൈലോ? അതാ ബാക്കിൽ ഒരു ഒക്ടോബസ് ഇരിക്കുന്നുണ്ട്, അത് വെച്ച് നമുക്കൊരു ഒക്ടോബസ് ഹെയർ സ്റ്റൈൽ റെഡിയാക്കി കൊടുക്കാം. സുന്ദരി ആയിരിക്കുന്നല്ലോ. ഇനി അടുത്ത കസ്റ്റമറിന്റെ ആഗ്രഹം എന്താ? ആഫ്രോ സ്റ്റൈലോ ആഫ്രിക്കൻ സ്റ്റൈൽ കിട്ടാനായിട്ട് നമുക്ക് അവിടെ സ്വിച്ച് ബോർഡ് ഇരിക്കുന്നുണ്ടല്ലോ. കറണ്ട് അടുപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ആഫ്രോ സ്റ്റൈൽ കിട്ടിയല്ലോ. നമ്മുടെ അടുത്ത കസ്റ്റമറിന് ഹെൽമെറ്റ് ഹെയർ സ്റ്റൈലാണ് വേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ഈ ഫോൺ എടുത്തിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യാം. അതാ ഡെലിവറി ബോയ് വന്നല്ലോ. ഇനി അവന്റെ ഹെൽമെറ്റ് എടുത്ത് നമുക്ക് ഈ ഹെയർ സ്റ്റൈൽ കംപ്ലീറ്റ് ആക്കാലോ. അതുപോലെ തന്നെ അടുത്ത കസ്റ്റമറിന്റെ ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കാം. ഇവൾക്ക് എന്താ വേണ്ടേ? ഈ തീട്ടത്തിന്റെ ഹെയർ സ്റ്റൈലോ? തീട്ടത്തിന്റെ ഹെയർ സ്റ്റൈൽ കിട്ടാനായി നമുക്ക് ആദ്യം ചിക്കൻ നമുക്ക് ഈ പട്ടിക്ക് കൊടുക്കാം. തീട്ടം ഇട്ടല്ലോ. ഇനി തീട്ടം ഹെയർ സ്റ്റൈൽ റെഡിയാക്കി കൊടുത്തു. ഇത്രയും ഹെയർ സ്റ്റൈൽ കാണിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈൽ ഏതാണെന്ന് കമന്റ് ഇടൂ. ഈ മുടിയില്ലാത്ത മൊട്ടത്തലയിൽ നമ്മൾ എങ്ങനെ ഹെയർ സ്റ്റൈൽ റെഡിയാക്കി കൊടുക്കും? ചെയ്യുമ്പോൾ പുറത്ത് കിടക്കുന്നുണ്ട്. ആദ്യം അത് മുടിയുള്ള ആൾക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഇനി ആ മുടി വെട്ടിയിട്ട് ഇയാൾക്ക് പശ വെച്ച് തേച്ച് കൊടുക്കാം. അങ്ങനെ ആ മൊട്ടത്തലേന്റെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കുന്നു. അടിപൊളി, ആളാകെ മാറിപ്പോയല്ലോ. ടൂറിസ്റ്റ് എല്ലാം വരാറായി. നമുക്ക് ഈ സ്ട്രേഞ്ച് അനിമൽസിനെ നോർമലാക്കി മാറ്റണല്ലോ. ഈ ആന ഒരു എലിയുടെ അത്രേ ഉള്ളൂ, അതിനെങ്ങനെ വലുതാക്കാം? അവന്റെ കയ്യിലിരിക്കുന്ന മാഗ്നിഫയർ ഗ്ലാസ് ഉപയോഗിച്ച് ആനയെ വലുതാക്കാലോ. അയ്യോ, ഈ ജിറാഫിന്റെ കഴുത്തിന് എന്ത് പറ്റി? നമുക്ക് ഈ പമ്പടിച്ച് കെട്ടിയിട്ട് കഴുത്ത് വലുതാക്കാലോ. വേണ്ട, ഈ പാണ്ടയ്ക്ക് എന്ത് പറ്റി? അതിന്റെ കളർ റിവേഴ്സ് ആയല്ലോ. അവിടെ ഇരിക്കുന്ന പെയിന്റിംഗ് ബ്രഷ് നമുക്ക് പെയിന്റിൽ മുക്കി അവന്റെ കളറ് മാറ്റാം. ദാണ്ടേ ഈ പാമ്പിനെ അവിടുന്ന് കാല് മുളച്ച്. ആൾക്കാർ വരുന്നതിന് മുമ്പ് ഈ കത്രിക എടുത്ത് നമുക്ക് ആ കാല് വെട്ടി മാറ്റാം. ഇപ്പൊ നോർമലായല്ലോ. വേണ്ട, ഈ മീൻ പുറത്ത് ചാടിയിട്ട് ജിങ്കലാല ഡാൻസ് കളിക്കുന്നു. ആൾക്കാർ വരുന്നതിന് മുമ്പ് ഇതിനെ വെള്ളത്തിലിടാം. വേണ്ട, ഈ ആമക്കുട്ടിന് ചൂട് കാരണം തോട് തുറന്നു വെച്ചിരിക്കുക. നമുക്ക് ഈ ചൂട് കുറയ്ക്കാനായിട്ട് എന്താ ചെയ്യാ? ഒരു ടെമ്പറേച്ചർ ബോർഡ് ഉണ്ടല്ലോ, 18 ഡിഗ്രി സെൽഷ്യസ് ആക്കാം. ഇനിയിപ്പോ ആമയ്ക്ക് ഉള്ളിൽ കയറിയാൽ മതിയാവും. ഇതെന്ത് അത്ഭുതം! പുലി ഇരുന്ന് പുല്ല് തിന്നുന്നോ? ഇത് ഇവിടെ ഇരിക്കുന്ന ചിക്കൻ വായിൽ വെച്ച് കൊടുക്കാം. അയ്യോ, ഈ പാവം താറാവിന്റെ കാലെവിടെ പോയി? ഇവന്റെ കയ്യിലുള്ള സ്ലിപ്പേഴ്സ് അവനിട്ട് കൊടുക്കാം. ഇപ്പൊ കറക്റ്റായി നീന്താൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പൊ കണ്ടതിൽ വെച്ച് ഏറ്റവും വീടായിട്ടുള്ള അനിമലെ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ?